സവോളയും ടൊമാറ്റോസും എല്ലാം കൂടെ കുക്ക് ചെയ്ത് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബേസാണ് ഷാഹി പനീർ കറിയുടെ. ഇന്നത്തെ വീഡിയോയിൽ ഷാഹി പനീറാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടു നോക്കാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഷാഹി പനീർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. പനീർ ആയതുകൊണ്ട് തന്നെ വലിയ കുക്കിംഗ് ടൈമും ഇല്ല. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പം തന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. എണ്ണയും ബട്ടറും ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ബേ ലീഫ്, 1 ബേ ലീഫ് ഇടാം. 1/4 ടീസ്പൂൺ ജീരകം, ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാനായിട്ടുണ്ട്. അതിനായിട്ട് വളരെ ചെറിയ ഒരു കഷ്ണം സിനമൺ, പട്ട, 2 ഗ്രാമ്പു, ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ സ്പൈസസ്, 2 ഏലക്ക, 1 കറുത്ത ഏലക്ക, ബ്ലാക്ക് കാർഡമം. ഇപ്പോൾ സ്പൈസസിൻ്റെ ഒക്കെ നല്ല മണം വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്ക് സവോള ചേർക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ അത് സവോള ഒന്നും അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. സവോള കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതിനകത്തേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിനകത്തേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഒന്നുകൂടെ വഴറ്റുക. ബേൺഡായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനകത്തേക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിനകത്തേക്ക് ടൊമാറ്റോ ചേർക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൊമാറ്റോയും അണിയൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കറിയാണ് ഷാഹി പനീർ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 3 മീഡിയം ടൊമാറ്റോസാണ് അതിനകത്തേക്ക് ചേർക്കുക. ഒപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ കാഷ്നട്ട്, ടൊമാറ്റോ ഒക്കെ ഒന്ന് കുക്കാവുന്ന വരെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റോളം വഴറ്റിയ ശേഷം ഇതിനകത്തേക്ക് വെള്ളം നന്നായിട്ട് ഒഴിച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 1 കപ്പോളം, 1-1.5 കപ്പ് വെള്ളം ചേർക്കാം. ഇത് അടച്ചു വെച്ച് ആ ടൊമാറ്റോസ് നന്നായിട്ട് വെന്തുടയുന്ന വരെ, പിന്നെ ആ സ്പൈസസിൻ്റെ ഒക്കെ ഫ്ലേവേഴ്സിനകത്തേക്ക് ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ. അപ്പം നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കണം. ഇത് ഓഫ് ചെയ്യാം. ഞാൻ അരയ്ക്കുന്നതിന് മുമ്പ് എപ്പോഴും ഇതിൻ്റെ സ്പൈസസ് എടുത്ത് മാറ്റും. സ്പൈസസ് ഒന്ന് റിമൂവ് ചെയ്യാം. നമ്മൾ വളരെ കുറച്ച് സ്പൈസസ് ഇട്ടുള്ളത് കൊണ്ട് എടുക്കാൻ എളുപ്പമാണ്. ഇതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും ചൂടാറിയ ശേഷം അരയ്ക്കുക. ഓക്കെ, നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ അരിച്ചെടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അരിച്ചെടുക്കുക എന്നുള്ളത്. ബിക്കോസ് നമുക്ക് ഈ ഷാഹി പനീറിനകത്ത് സ്മൂത്ത് ആയിരിക്കണം ഗ്രേവി. അപ്പോൾ അതുകൊണ്ട് ഇത് അരിച്ച് എടുക്കണം എന്നുള്ളത് നിർബന്ധം.
കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മസാല ഫുൾ എടുക്കാം. മാക്സിമം പ്രസ് ചെയ്ത് എടുക്കുക. വീണ്ടും നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ പനീർ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ട് ഈ ഗ്രേവി അതിനകത്തേക്ക് ഒഴിക്കാം. അല്ല എങ്കിൽ ഗ്രേവിയിലേക്ക് ലാസ്റ്റ് പനീർ വേണമെങ്കിലും ആഡ് ചെയ്യാം, കുക്ക് ചെയ്യാണ്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. 2 രീതിയിലും നല്ലതാണ്. ഞാൻ ചെറുതായിട്ട് ബട്ടറിലൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യും പനീർ. 1 ടീസ്പൂൺ ബട്ടർ, പിന്നെ അതേക്ക് പനീർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ അധികം കളറാകുന്നതിന് മുമ്പ് ഒന്ന് തിരിച്ചു മറിച്ച് എടുക്കുകയാണ്. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പനീറിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറും. അപ്പം നമുക്ക് ആ സോഫ്റ്റായിട്ട് തന്നെ വേണം പനീർ. പനീർ എടുക്കാം. വളരെ ലൈറ്റായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളൂ, നല്ല സോഫ്റ്റായിട്ടായിരിക്കും. ഓക്കെ, ഈ സെയിം ഓയിലിലേക്ക് കുറച്ച് കസൂരി മേത്തി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ഇട്ടിട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഈ അരപ്പിനകത്തേക്ക് ഒഴിക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുക. മിക്സർ നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ ആവശ്യത്തിന് സോൾട്ട് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂണോളം ഉപ്പ് എക്സ്ട്രാ ചേർത്തു. കുറച്ച് ഷുഗറും കൂടെ ചേർക്കണം, ആ ഫ്ലേവർ എല്ലാം കൂടെ ഒന്ന് ബാലൻസ്ഡ് ആവാനായിട്ട്. 1/4 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർക്കും. ഇതിനകത്തേക്ക് ക്രീം, ഞാൻ ഇവിടെ 1/4 കപ്പ് ക്രീമാണ് ചേർക്കുന്നത്. ക്രീം ചേർക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിക്കാവും ഗ്രേവി. ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് പനീർ ആഡ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ല ക്രീമി ഗ്രേവിയാണ്. ഗ്രേവി ഉണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയാണ്. പനീറിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് ബോയിൽ ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് പനീറിൽ നല്ല ടെൻഡർ ആയിരിക്കുള്ളൂ. ലാസ്റ്റായിട്ട് ഞാൻ നുള്ളിൽ പെപ്പർ പൗഡർ ഇടുകയാണ്, വളരെ കുറച്ച്. കൂടാതെ കുറച്ച് കസൂരി മേത്തിയും കൂടെ, 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ റബ്ബ് ചെയ്ത് ചേർക്കാം. ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുക ലാസ്റ്റ്. ഇത്രയേ ഉള്ളൂ, ഷാഹി പനീർ റെഡിയായി. നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഷാഹി പനീർ റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ടുണ്ട്. കുറച്ച് ക്രീം, കുറച്ച് മല്ലിയിലയും കൂടെ ഗാർണിഷ് ആയിട്ട് കൊടുക്കും. ഈ ഒരു റെസിപ്പി നല്ല റിച്ചാണ്, നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.